ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കുപ്പൈമേനിയുടെ സോപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്നൊരു കുഞ്ഞു ഓർഡർ കൂടിയാണ് ഇത്. മുൻപും പലതവണ നമ്മൾ കുപ്പൈമേനി സോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒട്ടും സോപ്പ് ഉണ്ടാക്കാനായിട്ട് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. കറക്റ്റായിട്ട് നമ്മളിതിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു കുപ്പൈമേനിയുടെ സോപ്പ് ചെയ്യണമെന്ന് നോക്കാം. കുപ്പൈമേനി മാത്രമല്ല വേറെയും 1-2 ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ താരം കുപ്പൈമേനി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുൻപ് നമ്മുടെ വീഡിയോയിലൊക്കെ എന്താണ് കുപ്പൈമേനി, എവിടെ കിട്ടും, ഇതിന് തൈ കിട്ടുമോ, വിത്ത് കിട്ടുമോ, പൗഡർ കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. സാധാരണ ഇത് റോഡ് സൈഡുകൾ അതുപോലെ തന്നെ പറമ്പുകളിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ധാരാളമായിട്ട് കണ്ടുവരുന്നത്. ഇതിന് ഏകദേശം 1 മീറ്ററോളം ഹൈറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് പച്ച നിറവും കായ് വെള്ള നിറത്തിലാണ് കേട്ടോ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള കുപ്പൈമേനി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമ്മൾ സോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ കുപ്പൈമേനി നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെയും 1-2 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ തുളസി ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 തണ്ട് ആര്യവേപ്പിൻ്റെ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വെള്ളമൊക്കെ പോകാനായിട്ട് ഇതുപോലെ അരിപ്പയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ലാണ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ എടുത്ത ജ്യൂസാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ജ്യൂസ് എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്തിട്ടില്ല. നമുക്കിനി ഒരു 500 ഗ്രാം ബേസിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു കുപ്പൈമേനിയുടെ ജ്യൂസ് ഒരു 23 ഗ്രാമിൻ്റെ അടുത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കുപ്പൈമേനി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അലർജി പോലുള്ള പ്രശ്നങ്ങൾ, എക്സിമ, സോറിയാസ് ഇതിനൊക്കെ വളരെയധികം നല്ലതാണ്. കൂടാതെ തന്നെ മുഖക്കുരു അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. കുപ്പൈമേനി ആണെങ്കിലും അതുപോലെ തന്നെ ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴയൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ജ്യൂസ് നമ്മളൊരു 23 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിൽ 1 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓയിലിന് പകരം നമ്മളിതിപ്പോൾ ഇതിൻ്റെ ക്യാപ്സ്യൂളാണുള്ളതെങ്കിൽ ഒരു 5 ക്യാപ്സ്യൂൾ ചേർക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 25 ഗ്രാമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൂട്ട് വരുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാം. നമ്മളെടുക്കുന്ന ബേസ് അതുപോലെ തന്നെ ചേർക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ നമ്മുടെ ഫൈനലായിട്ട് കിട്ടുന്ന സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു മിക്സിങ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബേസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. ബേസ് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ബേസ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ ബേസിന് പകരമായിട്ട് ഗോട്ട് മിൽക്കിൻ്റെ ബേസിലോ ഷിയ ബട്ടറിൻ്റെ ബേസിലൊക്കെ ചെയ്യാവുന്നതാണ്. ബിഗിനറൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ്റെ ബേസിൽ ചെയ്യണമായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അങ്ങനത്തെ നമ്മൾ ബേസൊക്കെ ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 500 ഗ്രാം അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 510 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത്. എപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഗ്രാം എടുക്കാതെ കുറച്ച് ഗ്രാം കൂടുതൽ എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാത്രത്തിലും അതുപോലെ തന്നെ സ്പൂണിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബേസ് നമ്മളിനി ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കൂട്ടോ ഇത് മെൽറ്റായി കിട്ടാനായിട്ട്. അങ്ങനത്തെ ബേസൊക്കെ ഇവിടെ മെൽറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പദം ഒന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ജ്യൂസിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറിലാണ് ഈ കാണുന്നത്. ഇനി ഇതിന് ശേഷം നമ്മളിത് വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇനി ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ കളറുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്മെല്ല് ഞാനിപ്പോൾ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇത് സ്മെല്ലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കിത് മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നമ്മളെപ്പോഴും എടുക്കാറുള്ള നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമാണ് കേട്ടോ ഈ ഒരു മോൾഡ് വരുന്നത്. ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഒരു മോൾഡിലോട്ട് ഒഴിക്കാവുന്നതാണ്. പിന്നെ ചില കൂട്ടുകാർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മളിത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്ന്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് സാധാരണ വെക്കാറുണ്ട് കേട്ടോ. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടാറുണ്ട്. അങ്ങനത്തെ നമ്മൾ എല്ലാ ഷേപ്പിലായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഒരു പത റിമൂവ് ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരിമാറ്റം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റബ്ബിംഗ് ആൽക്കഹോൾ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണൽ മാത്രമാണ്. സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റുമ്പോൾ നമ്മുടെ സോപ്പിന് വെയിറ്റ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. സെറ്റ് ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ സെറ്റ് ആയതിന് ശേഷമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെയൊക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയേക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ സോപ്പ് ഇവിടെ അൺമോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുപ്പേമീനും അതുപോലെ തന്നെ നീമും തുളസിയും അലോവേരയും വെച്ചിട്ടുള്ള ആ ഒരു സോപ്പ് വരുന്നത് കേട്ടോ. ഇതിന് മുൻപ് നമ്മൾ കുപ്പേമീനയുടെ സോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അന്നേരം ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഗ്രീൻ കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിനി ഓരോരോ സോപ്പായിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല തിക്നെസ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോപ്പ് നല്ല തിക്നെസ്സോട് കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളിത് തിക്കാവാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും ചേർക്കാറില്ല. കുറേ കൂട്ടുകാർ ചോദിക്കാറുള്ളതാണ്, സോപ്പ് ഭയങ്കരമായിട്ട് നമുക്ക് അലിഞ്ഞു പോകുന്നു, അപ്പോൾ തിക്നെസ് ആവാനായിട്ട് എന്താണ് ചേർക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും അതുപോലെ തന്നെ എടുക്കുന്ന ബേസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമ്മുടെ സോപ്പും നല്ല അടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനത്തെ നമ്മൾ എല്ലാ സോപ്പും ഇവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സോപ്പ് വരുന്നത്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്നെസ്സോട് കൂടി തന്നെയാണ് നമ്മുടെ സോപ്പ് വന്നിരിക്കുന്നത്. പിന്നെയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ pH നോക്കി നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്ത് വെക്കേണ്ടത് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് സ്റ്റിക്കർ മുട്ടിച്ചിട്ട് നമുക്ക് കവറിൽ പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഏകദേശം ഒരു 3 മാസമൊക്കെയാണ് വരുന്നത്. 3 മാസത്ത് പറഞ്ഞാലും അതിൽ കൂടുതലിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു കുപ്പേമേനയുടെ സോപ്പോ അല്ലെങ്കിൽ സോപ്പ് മേക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ്, ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാമിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.